ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡിൻ്റെ കീഴിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസകളിലും ഇപ്പോൾ ജനറലായിട്ടുള്ള മദ്രസകളിലും ഒക്കെ 6ാം ക്ലാസ്സിലേക്ക് മസായിലുൽ ഫിഖ് എന്ന ബുക്കാണ്. അപ്പോൾ അവർക്ക് ഉപകാരപ്പെടാവുന്ന രീതിയിൽ അവർ പാഠഭാഗത്തിൻ്റെ വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഉപകാരപ്പെടുത്തുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തെടുക്കാം. നമുക്ക് ഒന്നാമത്തെ പാഠം ഏതാണെന്ന് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അദ്ദറസ് അവ്വൽ. ഇഖ്തിലാഫ് അയിമ്മത്തി റഹ്മത്തുൻ. പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് റഹ്മത്താണ്. ഇമാമിയങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം നമുക്ക് റഹ്മത്താണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. നമുക്ക് പാഠം മനസ്സിലാക്കാം. എന്താണ്? അപ്പോൾ നമുക്ക് എല്ലാ പാഠത്തിൻ്റെയും അവസാനത്തിൽ ഇങ്ങനെ ഒരു ബോക്സ് ഉണ്ടാവും. അതാദ്യം വായിച്ച് മനസ്സിലാക്കണം. ഉസ്താദ് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ ഇത് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമുക്ക് പാഠഭാഗം തുടങ്ങേണ്ടത്. എന്താ ഇവിടെ പറയുന്നത്? അലാ ലാ യുസല്ലീന അഹദുൽ അസ്ര ഇല്ലാ ഫി ബനി ഖുറൈള. എന്താണ്? ബനു ഖുറൈളയിൽ എത്തിയിട്ടല്ലാതെ ആരും അസ്ർ നിസ്കരിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി. സഹാബികൾ യാത്ര തുടങ്ങി. അസ്ർ നിസ്കാരത്തിൻ്റെ സമയമായി. ബനു ഖുറൈളയിലെത്താതെ ഞങ്ങൾ നിസ്കരിക്കില്ല ചിലർ പറഞ്ഞു. ചിലർ നിസ്കരിച്ചു. ഖളാ ആക്കി നിസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ദേശിച്ചിട്ടില്ല. വേഗത്തിൽ ബനു ഖുറൈളയിൽ എത്തിച്ചേരാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്രകാരം പറഞ്ഞത്. ഇതായിരുന്നു നിസ്കരിച്ചവരുടെ ന്യായം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കൂട്ടം സഹാബികൾ യാത്ര പോവുകയാണ്. അപ്പോൾ അവരോട് പറഞ്ഞു, ബനു ഖുറൈളയിൽ എത്തിയിട്ടല്ലാതെ ആരും അസ്ർ നിസ്കരിക്കരുത്. അപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് പ്രകാരം ഞങ്ങൾ അവിടെ എത്തിയിട്ടേ നിസ്കരിക്കുള്ളൂ എന്ന് ഒരു വിഭാഗം പറഞ്ഞു. ഒരു വിഭാഗം പറഞ്ഞു ഞങ്ങൾ നിസ്കരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രയും വേഗം ബനു ഖുറൈളയിൽ എത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. നിസ്കാരം ഖളാ ആക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് അവിടെ ഒരു വിഭാഗം പറഞ്ഞത്. അങ്ങനെ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാര്യം പറഞ്ഞു. ഇരു വിഭാഗത്തിൻ്റെയും തീരുമാനത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അംഗീകരിച്ചു. അവിടെ രണ്ട് വിഭാഗത്തിൻ്റെയും, അതായത് അസ്ർ ഖളാ ആക്കാതെ എത്തിയ സ്ഥലത്തുനിന്ന് അവർ നിസ്കരിച്ചവരുമുണ്ട്. ബനു ഖുറൈളയിൽ എത്തിയപ്പോഴേക്കും അസ്ർ ഖളാ ആയി അവിടെ എത്തി ഖളാ വീട്ടിൽ നിസ്കരിച്ചവരുമുണ്ട്. അപ്പോൾ രണ്ട് വിഭാഗത്തിൻ്റെയും കാര്യം കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അംഗീകരിച്ചു. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിൽ നിന്നും ഇരു വിഭാഗ സഹാബികളും മനസ്സിലാക്കിയതാണ് അവർ ചെയ്തത്. അവിടെ എന്തായിരുന്നു കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ആ രണ്ട് വിഭാഗങ്ങളും മനസ്സിലാക്കിയത് പ്രകാരമാണ് ചെയ്തത്. അപ്പോൾ ഒരു വിഭാഗം പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖളാ ആക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, അത്രയും വേഗം അവിടെ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മളോട് അങ്ങനെ പറഞ്ഞത്, അതുകൊണ്ട് നമുക്ക് അവിടെ എത്തൂല, അതുകൊണ്ട് നമ്മൾ ഖളാ വീട്ടിൽ നിസ്കരിക്കാതെ ഖളാ ആക്കാതെ ഇപ്പോൾ തന്നെ നിസ്കരിക്കുകയാണെന്ന് പറഞ്ഞു. ഒരു വിഭാഗം പറഞ്ഞു ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പ്രകാരം അവിടെ എത്തിയിട്ട് നിസ്കരിക്കുക. അപ്പോൾ അവിടെ എന്താണ് നമുക്ക് മനസ്സിലാവേണ്ടത്? നിസ്കാരം ആവശ്യഘട്ടത്തിൽ ഖളാ ആക്കിയും നിസ്കരിക്കാവുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ രണ്ടും വഴിയിലെത്തിയ സ്ഥലത്ത് നിന്ന് നിസ്കരിക്കാം. നമുക്ക് എത്തുന്ന സ്ഥലത്ത് എത്തിയാൽ ഖളാ ആക്കിയും നിസ്കരിക്കാം എന്ന് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് പറഞ്ഞതായിട്ട് നമുക്കവിടെ മനസ്സിലാക്കാം. ഇനി നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. മതപരമായ കാര്യങ്ങളിൽ സഹാബികൾ ഗവേഷണം നടത്തുന്നവരും വിധികൾ കണ്ടെത്തുന്നവരുമായിരുന്നു. ഈ രീതിയിൽ ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് മുജ്തഹിദുകളായ പണ്ഡിതന്മാർ മതവിധി കണ്ടെത്തുന്നതിന് ഇജ്തിഹാദ് എന്ന് പറയുന്നു. എന്താണ് ഇജ്തിഹാദ്? ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് മുജ്തഹിദുകളായ പണ്ഡിതന്മാർ മതവിധി കണ്ടെത്തുന്നതിനാണ് ഇജ്തിഹാദ് എന്ന് പറയുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ കാര്യങ്ങളിൽ നിന്ന് സഹാബികൾ മനസ്സിലാക്കിയത് രണ്ട് രീതിയിലാണ്. അതുപോലെ തന്നെ പല കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യങ്ങളും മതപരമായ കാര്യങ്ങളിൽ സഹാബികൾ ഗവേഷണം നടത്തുന്നവരും വിധി പറയുന്നവരുമായിരുന്നു.
ആ രീതിയിൽ ഇസ്ലാമിക പ്രമാണങ്ങളുണ്ട്. ഖിയാസ്, ഖുർആന്, സുന്നത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ, അങ്ങനെയൊക്കെ ഇസ്ലാമിക പ്രമാണങ്ങളുണ്ട്. അതിൽ നിന്നും മുജ്തഹിദുകൾ എന്ന് പറഞ്ഞാൽ ഇത് വിധി പറയാൻ കഴിയുന്നവരാണ്. ആ പ്രമാണങ്ങൾ നോക്കി അത് വിധി പറയാൻ കഴിയുന്നവർക്കാണ് മുജ്തഹിദുകൾ എന്ന് പറയുന്നത്, മനസ്സിലാക്കാം. അപ്പോൾ ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്നും മുജ്തഹിദുകളായ പണ്ഡിതന്മാർ മതവിധി കണ്ടെത്തുന്നതിനാണ് ഇജ്തിഹാദ് എന്ന് പറയുന്നത്. അടയാളപ്പെടുത്തി വെക്കട്ട. ഇജ്തിഹാദ് നമുക്ക് ചോദ്യം ഉണ്ടാവും. അടുത്തെന്താണ്? പരിശുദ്ധ ഖുർആന്, തിരുസുന്നത്ത്, ഇജ്മാ, ഖിയാസ് എന്നിവയാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ. ഇസ്ലാമിക പ്രമാണങ്ങൾ ഏതൊക്കെ? പരിശുദ്ധ ഖുർആൻ, തിരുസുന്നത്ത്, ഇജ്മാ, ഖിയാസ് എന്നിവയാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ. മനസ്സിലാക്കുക. ഇസ്ലാമിക പ്രമാണങ്ങളിൽ പെട്ടതാണെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഓപ്ഷനിൽ തരും, മനസ്സിലായില്ലേ? മാച്ച് ചെയ്യാൻ വരാം ഇതിലേതെങ്കിലും ഒന്ന്, അങ്ങനെയൊക്കെ മനസ്സിലാക്കുക. ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല അവതരിപ്പിച്ചതും പാരായണം ചെയ്യാൻ കൽപ്പനയുള്ളതുമായ അല്ലാഹു തആലയുടെ കലാമാണ് ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, പ്രവൃത്തി, അനുവാദം എന്നിവയാണ് തിരുസുന്നത്ത്. ഒരു വിഷയത്തിൽ ഒരു കാലത്തെ എല്ലാ മുജ്തഹിദുകളുടെയും ഏകോപിച്ച അഭിപ്രായമാണ് ഇജ്മാ. ഖുർആനിലോ സുന്നത്തിലോ വ്യക്തമായി വിധി പറയാത്ത ഒരു വിഷയത്തെ വ്യക്തമായി വിധി പറഞ്ഞ വിഷയവുമായി തുലനം ചെയ്ത് ചേർക്കലാണ് ഖിയാസ്. അപ്പോൾ ഇസ്ലാമിക പ്രമാണങ്ങളായ ഖുർആന്, തിരുസുന്നത്ത്, ഇജ്മാ, ഖിയാസ് ഇതൊക്കെ എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല അവതരിപ്പിച്ചതും പാരായണം ചെയ്യാൻ കൽപ്പനയുമുള്ളതുമായ അല്ലാഹു തആലയുടെ കലാമാണ് ഖുർആൻ. എന്താണ് ഖുർആൻ എന്ന് വെച്ചാൽ ഇത് പറയണം. പിന്നെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, പ്രവൃത്തി, അനുവാദം എന്നിവയാണ് തിരുസുന്നത്ത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവർത്തിച്ച കാര്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവാദം നൽകിയ കാര്യങ്ങൾ, അതൊക്കെയാണ് എന്ത്? തിരുസുന്നത്ത് എന്ന് പറയുന്നത്. ഒരു വിഷയത്തിൽ ഒരു കാലത്ത് എല്ലാ മുജ്തഹിദുകളുടെയും ഏകോപിച്ച അഭിപ്രായമാണ് ഇജ്മാ. അതായത് വിധി പറയുന്ന മുജ്തഹിദുകളുണ്ടല്ലോ, അവർ ഒരു കാലത്ത് ചില കാര്യങ്ങൾക്ക് എല്ലാവരും ഒരേ അഭിപ്രായം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏകോപിച്ച അഭിപ്രായം. എല്ലാ മുജ്തഹിദുകളും ചില കാര്യങ്ങൾക്ക് ഒരേ അഭിപ്രായം പറഞ്ഞതുണ്ട്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖളാക്കി നിസ്കരിക്കാം എന്ന രീതിയിലാണ് അത് പറഞ്ഞത് എന്ന് എല്ലാ മുജ്തഹിദുകളും ഏകോപിച്ച അഭിപ്രായങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ എല്ലാ മുജ്തഹിദുകളും ഏകോപിച്ച അഭിപ്രായമാണ് എന്ത്? ഇജ്മാ എന്ന് പറയുന്നത്. പിന്നെ ഖുർആനിലോ സുന്നത്തിലോ വ്യക്തമായി വിധി പറയാത്ത, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിലും പറഞ്ഞിട്ടില്ല, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാക്കാലെയോ പ്രവൃത്തിയാലോ അനുവാദത്താലോ ഒന്നും പറയാത്ത ചില കാര്യങ്ങളുണ്ടാവും. അങ്ങനെ വിധി പറയാത്ത ഒരു വിഷയത്തെ വ്യക്തമായി വിധി പറഞ്ഞ വിഷയവുമായി തുലനം ചെയ്ത് ചേർക്കലാണ് ഖിയാസ്. മനസ്സിലാക്കുക. ഇജ്മാ, ഖിയാസ്, തിരുസുന്നത്ത്, ഖുർആൻ. അപ്പോൾ വിധി പറഞ്ഞ ഒരു കാര്യവുമായി അത് അതേ വിധി തന്നെയാണ് ഇതിനും എന്ന് പറഞ്ഞ് ഒരു വിഷയത്തെ തുലനം ചെയ്യലാണ് എന്ത്? ഖിയാസ്. അപ്പോൾ മനസ്സിലാക്കട്ടോ. ഈ 4 പ്രമാണങ്ങളിലും അറബി ഭാഷാ വിജ്ഞാനങ്ങളിലും അവഗാഹമുള്ളവർക്ക് മാത്രമേ ഇജ്തിഹാദ് ചെയ്യാൻ അനുവാദമുള്ളൂ. അല്ലാത്തവർ മുജ്തഹിദുകളെ അനുകരിക്കണം. ഈ വിധി പറയലാണ് എന്ത്? ഇജ്തിഹാദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ല? അപ്പോൾ അത് പറയുന്നവർ, ഇജ്തിഹാദ് ചെയ്യുന്നവർ, വിശകലനം ചെയ്യുന്നവർ ആരായിരിക്കണം? ഈ 4 പ്രമാണങ്ങൾ, ഖുർആന്, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്, ഈ 4 പ്രമാണങ്ങളിലും പിന്നെ അറബി ഭാഷാ വിജ്ഞാനങ്ങളിലും അവഗാഹമുള്ളവർക്ക് മാത്രമേ ഇജ്തിഹാദ് ചെയ്യാനുള്ള അനുവാദമുള്ളൂ. അല്ലാത്തവർ മുജ്തഹിദുകളെ അനുകരിക്കണം. അതായത് ഈ ഇജ്തിഹാദ് ചെയ്ത് വിധി പറയുന്ന മുജ്തഹിദുകളെ അനുകരിക്കണം. മനസ്സിലാക്കട്ടോ. അല്ലാഹു തആല പറഞ്ഞു, ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ. നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കൂ. നിങ്ങൾക്കറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കൂ. വിട്ട ഭാഗം പൂരിപ്പിക്കാനൊക്കെ വരാം. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ. പഠിക്കണേ. മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് യാത്ര അയക്കുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഒരു പ്രശ്നം വന്നാൽ നീ എങ്ങനെ വിധിക്കും? മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് യാത്ര അയക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതാണ്, എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ എങ്ങനെയാണ് അതിന്
വിധിക്കുകയാണ്. അതിനൊരു വിധി കാണൽ എങ്ങനെയാണെന്ന്. അപ്പം മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു തആലയുടെ കിതാബ് അനുസരിച്ച് വിധിക്കും. അതായത് ഖുർആനിൽ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഒരു വിധി കണ്ടെത്തും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിൽ വിധി കണ്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ഖുർആനിൽ ഇല്ലെങ്കിൽ, അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും ചോദിച്ചു. മുആദ് റളിയല്ലാഹു അൻഹു തിരുചര്യയനുസരിച്ച് വിധിക്കും. ആ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു എന്നത്, എന്ത് പറഞ്ഞു എന്നതൊക്കെ നോക്കിയിട്ട് അതിന് വിധിക്കും എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവ രണ്ടിലും വിധി കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇജ്തിഹാദ് നടത്തി വിധി പറയും, ഞാൻ വീഴ്ച വരുത്തുകയില്ല, ഞാൻ ഇജ്തിഹാദ് നടത്തും. മുജ്തഹിദുകളുടെ ഏകോപിച്ച അഭിപ്രായം അല്ലെങ്കിൽ വ്യക്തമായി വിധി പറഞ്ഞ മറ്റൊരു വിഷയവുമായി തുലനം ചെയ്തൊക്കെ അവിടെ ഇജ്തിഹാദ് നടത്തും, പഠനം നടത്തും, അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. എന്നിട്ടാണ് വിധി പറയാമെന്ന് മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നെഞ്ചിൽ തട്ടി പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ വഫഖ റസൂലില്ലാഹി ലിമാ യർലാ റസൂലുള്ളാഹ്. എന്താ അർത്ഥം? എന്താ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദൂതൻ റസൂലുള്ളാ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് തൗഫീക്ക് നൽകിയ അള്ളാഹുവിന് സ്തുതി. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദൂതൻ റസൂലുള്ളാഹി ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് തൗഫീക്ക് നൽകിയ അള്ളാഹുവിന് സ്തുതി. അപ്പോൾ അവിടെ അൽഹംദുലില്ലാഹില്ലദീ വഫഖ റസൂലില്ലാഹി ലിമാ യർലാ റസൂലുള്ളാഹ്. ഇത് ആര് പറഞ്ഞു? ആരോട് പറഞ്ഞു? വിട്ട ഭാഗം പൂരിപ്പിക്കാനും വഫഖ റസൂലില്ലാഹി എന്നൊക്കെ വിട്ട ഭാഗം പൂരിപ്പിക്കാനും വരും, പഠിക്കുക, അതിനർത്ഥവും മനസ്സിലാക്കുക. മുജ്തഹിദുകൾ താഴെ പറയുന്ന യോഗ്യതകൾ ഉണ്ടായിരിക്കണം. അതായത് വിധി പറയുന്ന മുജ്തഹിദുകൾക്ക് താഴെ പറയുന്ന യോഗ്യതകൾ ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണ്? ഖുർആനിലും തഫ്സീറിലും നിദാന ശാസ്ത്രത്തിലും ആഴത്തിലുള്ള അറിവ്. ഖുർആനിലും തഫ്സീറിലും, ഖുർആനിൻ്റെ ആശയത്തിലും പിന്നെ നിദാന ശാസ്ത്രത്തിലൊക്കെ ആഴത്തിലുള്ള അറിവുണ്ടായിരിക്കണം. പിന്നെ ഹദീസിലും ഹദീസ് നിദാന ശാസ്ത്രത്തിലും ആഴത്തിലുള്ള അറിവുണ്ടായിരിക്കണം. പിന്നെ കിയാസിലും അതിൻ്റെ ഇനങ്ങളിലും ആഴത്തിലുള്ള അറിവുണ്ടായിരിക്കണം. പിന്നെന്താണ്? ഭാഷയിലും ഭാഷാവിജ്ഞാനങ്ങളിലും നൈപുണ്യമുണ്ടായിരിക്കണം. സ്വഹാബികളുടെയും പിൽക്കാല പണ്ഡിതന്മാരുടെയും അഭിപ്രായങ്ങളിലുള്ള അറിവുണ്ടായിരിക്കണം. ഹദീസ് നിവേദകരുടെ ശക്തി, ബലഹീനത എന്നിവയെക്കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മുജ്തഹിദുകൾക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളാണ്, മുജ്തഹിദുകൾക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകളാണ്. മനസ്സിലാക്കി പഠിക്കട്ടാ. എഴുതാൻ വരും, 5 വരിയിൽ കുറയാതെ എഴുതാനൊക്കെ വരാം. മുജ്തഹിദുകളുടെ യോഗ്യതകൾ മനസ്സിലാക്കാം. സഹാബത്തിലും താബിയുകളിലും തബൗ താബിയുകളിലും ഈ യോഗ്യതകളെല്ലാം മേളിച്ച ധാരാളം പണ്ഡിതരുണ്ടായിരുന്നു. 4 ഖലീഫമാർ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു, അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു തുടങ്ങിയവർ സഹാബികളിലെ പ്രമുഖ മുജ്തഹിദുകളായിരുന്നു. പുതിയ പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ടാകുമ്പോൾ അവർ ഇജ്തിഹാദ് നടത്തി ഫത്വകൾ നൽകി. അതായത് പുതിയ പ്രശ്നങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ ഇജ്തിഹാദ് നടത്തി അതിനുള്ള കൽപ്പനകൾ നൽകും, അതിനുള്ള എന്ത് ചെയ്യണം എന്നുള്ള കൽപ്പനകൾ നൽകും. അതിനാണ് ഫത്വകൾ നൽകി എന്ന് പറയാം. മനസ്സിലാക്കുക. മതപരമായ കാര്യങ്ങളിലുള്ള മുജ്തഹിദുകളുടെ തീർപ്പുകളാണ് മദ്ഹബുകൾ. എന്താണ് മദ്ഹബ്? മതപരമായ കാര്യങ്ങളിലുള്ള മുജ്തഹിദുകളുടെ തീർപ്പുകളാണ് മദ്ഹബുകൾ. മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് പാഠത്തിൽ പറയുന്നത്. ഇവിടെ ഗവേഷണം, റിസർച്ച് എന്ന മീനിങ് വന്നിട്ടുണ്ട്. പിന്നെ ദഫ്തർ തോലിബ് നോക്കി നമുക്കിതിൻ്റെ തദ്രിബാത്ത് കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ നമുക്ക് വർക്ക് ബുക്കിൽ നിജിബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് ആദ്യം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പാഠബുക്കും വർക്ക് ബുക്കും വ്യത്യാസമായതുകൊണ്ട് നിങ്ങൾക്ക് ഉത്തരങ്ങൾ പാഠബുക്കിൽ അടയാളപ്പെടുത്തിയിട്ട് തെറ്റില്ലാതെ നോക്കി എഴുതാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഇജ്തിഹാദ് എന്ന് പാഠബുക്കിൽ അടയാളപ്പെടുത്താം. എന്താണ് ഇജ്തിഹാദ്? നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പറയാം. ഇവിടെതാ, ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് മുജ്തഹിദുകളായ പണ്ഡിതന്മാർ മതവിധി കണ്ടെത്തുന്നതിനാണ് ഇജ്തിഹാദ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ ചോദ്യവും അതിൻ്റെ ഉത്തരവും മനസ്സിലാക്കി അടയാളപ്പെടുത്തുക. അടുത്തത് എന്താണ് തിരുസുന്നത്ത്? എന്തായിരുന്നു തിരുസുന്നത്ത്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, പ്രവൃത്തി, അനുവാദം എന്നിവയാണ് തിരുസുന്നത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, പ്രവൃത്തി, അനുവാദം എന്നിവയാണ് തിരുസുന്നത്ത്. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ അടയാളപ്പെടുത്തി എഴുതുക. അടുത്തത് ഇജ്മാ എന്നാൽ എന്ത്? ഇജ്മാ എന്നാൽ എന്താണ്? ഒരു വിഷയത്തിൽ ഒരു കാലത്തെ എല്ലാ മുജ്തഹിദുകളുടെയും ഏകോപിച്ച അഭിപ്രായമാണ് ഇജ്മാ. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എഴുതുക. ഒരു വിഷയത്തിൽ ഒരു കാലത്തെ എല്ലാ മുജ്തഹിദുകളുടെയും ഏകോപിച്ച അഭിപ്രായമാണ് ഇജ്മാ. അടുത്തത് കിയാസ് എന്നാൽ എന്ത്? എന്താണ് കിയാസ്? ഖുർആനിലോ സുന്നത്തിലോ വ്യക്തമായി വിധി പറയാത്ത ഒരു വിഷയത്തെ വ്യക്തമായി വിധി പറഞ്ഞ വിഷയവുമായി തുലനം ചെയ്ത് ചേർക്കലാണ് കിയാസ്. നാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എഴുതുക. അടുത്തത് ആരാണ് മുജ്തഹിദ്? ആരാണ് മുജ്തഹിദ്? അപ്പോൾ ആരാണ് മുജ്തഹിദുകൾ എന്നുള്ളത് ഇവിടുന്ന് മനസ്സിലാക്കിയിട്ട് എഴുതാം. എന്താണ്? മതപരമായ കാര്യങ്ങളിൽ ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്നും വിധി കണ്ടെത്തുന്നവരാണ്. മതപരമായ കാര്യങ്ങളിൽ ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് വിധി കണ്ടെത്തുന്നവരാണ് മുജ്തഹിദുകൾ. മനസ്സിലാക്കി എഴുതുക. മതപരമായ കാര്യങ്ങളിൽ ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് വിധി കണ്ടെത്തുന്നവരാണ് മുജ്തഹിദുകൾ. മനസ്സിലാക്കി എഴുതുക. അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറാണ്. അടുത്ത എന്താണ്? സഹാബികളിലെ പ്രമുഖ മുജ്തഹിദുകളിൽ 4 ആളുകളുടെ പേര് എഴുതുക. നമ്മളതിൽ സഹാബികളിലെ മുജ്തഹിദുകളുടെ പേരുകൾ പറഞ്ഞിരുന്നു. അതിൽ 4 ആളെ പേര് എഴുതാനാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് 4 ഖലീഫമാർ അതിൽ പെടും. പിന്നെ അബ്ദുല്ലാഹിബിൻ മസൂദ് റളിയല്ലാഹു അൻഹു, സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു, അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇതിന് 4 എണ്ണം അവിടെയൊക്കെ എഴുതട്ടോ. അടുത്ത എന്താണ് മദ്ഹബ്? എന്താണ് മദ്ഹബ്? മതപരമായ കാര്യങ്ങളിലുള്ള മുജ്തഹിദുകളുടെ തീരുമാനങ്ങളാണ് മദ്ഹബുകൾ. അപ്പോൾ ഇവിടെ പാഠത്തിൽ അതേ പറഞ്ഞിട്ടുള്ളൂ. ശരിക്ക് ഖുർആന്, തിരുസുന്നത്ത്, ഇജ്മാ, കിയാസ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ മുജ്തഹിദുകളുടെ ഏകോപിച്ച അഭിപ്രായമാണ്. എന്നിവയുടെ അടിസ്ഥാനത്തിൽ മുജ്തഹിദുകളുടെ തീർപ്പുകളാണ് മദ്ഹബുകൾ. അങ്ങനെയും പറയാം. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക. ഖുർആന്, ഇജ്മാ, തിരുസുന്നത്ത്, കിയാസ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ മുജ്തഹിദുകളുടെ തീർപ്പുകളാണ് മദ്ഹബുകൾ. മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് എന്താണ്? നക്തുബുൽ ഫിക്ർ, ഗണ്ണിക എഴുതണം. മുജ്തഹിദിൻ്റെ യോഗ്യത. നമ്മളവിടെ 6 കാര്യങ്ങൾ പറഞ്ഞിരുന്നു, മുജ്തഹിദുകളുടെ യോഗ്യതകൾ. അപ്പോൾ അതാണ് ഇവിടേക്ക് എഴുതേണ്ടത്. ഇപ്പോൾ ഇവിടെ നിന്നിട്ട് എഴുതുക. ഖുർആനിലും തഫ്സീർ നിദാനശാസ്ത്രത്തിലും ആയത്തിലുള്ള അറിവ്, ഹദീസിലും ഹദീസ് നിദാനശാസ്ത്രത്തിലും ആയത്തിലുള്ള അറിവ്, കിയാസിലും അതിൻ്റെ ഇനങ്ങളിലും ആയത്തിലുള്ള അറിവ്, ഭാഷയിലും ഭാഷാ വിജ്ഞാനങ്ങളിലുമുള്ള നൈപുണ്യം, സഹാബികളുടെയും പിൽക്കാല പണ്ഡിതന്മാരുടെയും അഭിപ്രായങ്ങളിലുള്ള അറിവ്, ഹദീസ് നിവേദകരുടെ ശക്തി, ബലഹീനത എന്നിവയെക്കുറിച്ചുള്ള അറിവ്. ഇതൊക്കെയാണ് മുജ്തഹിദുകളുടെ യോഗ്യതകൾ. അവിടേക്ക് എഴുതുക. അടുത്തത് മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ യമൻ യാത്രയെക്കുറിച്ചിട്ടൊരു കണ്ണിക എഴുതണം. ഇവിടെ നിന്ന് പറയുന്നുണ്ട്, മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് യാത്ര അയക്കുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഒരു പ്രശ്നം വന്നാൽ നീ എങ്ങനെ വിധിക്കും? മുആദ് മറുപടി പറഞ്ഞു, അല്ലാഹു തആലയുടെ കിതാബ് അനുസരിച്ച് വിധിക്കും. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അതിൽ വിധി കണ്ടില്ലെങ്കിൽ എന്തു ചെയ്യും? മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തിരുചര്യ അനുസരിച്ച് വിധിക്കും. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അവ രണ്ടിലും വിധി കണ്ടില്ലെങ്കിൽ എന്തു ചെയ്യും? മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇജ്തിഹാദ് നടത്തി വിധി പറയും, ഞാൻ വീഴ്ച വരുത്തുകയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നെഞ്ചിൽ തട്ടി പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ വഫഖ റസൂലില്ലാഹി ലിമാ യർലാ റസൂലുള്ളാഹ്. അത്രയും ഭാഗം അവിടെയൊക്കെ എഴുതി വെക്കുക. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഇതുപോലെ കണ്ണിക എഴുതാനുള്ളതും നുബൈൻ, സിയാക്ക്, തഹ്സീസ് എന്നൊക്കെ ഈ ഓരോ പാഠത്തിലും വരുന്നത്. ആ പാഠത്തെ ആസ്പദമാക്കിയിട്ട് നിങ്ങൾ നന്നായി മനസ്സിലാക്കി നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്ന രീതിയിൽ പാഠം നന്നായി പഠിക്കണം. അതാണ് നമുക്ക് അവസാനത്തെ ചോദ്യമായിട്ട് വിവരിക്കാനുള്ളതും കണ്ണിക എഴുതാനുള്ളതൊക്കെ ആയിട്ട് വരാറുണ്ട്. 5 വരി കുറയാതെ എഴുതുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് എന്തായാലും ഇങ്ങനെ വരുന്നത് എല്ലാ പാഠത്തിൻ്റെയും ആ പാഠത്തിൻ്റെ കൂടെ തന്നെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. അപ്പോഴാണ് നമുക്ക് എഴുതാൻ കഴിയും. അടുത്ത നുബയ്യ് സിയാക്ക് സന്ദർഭം എഴുതണം. അൽഹംദുലില്ലാഹില്ലദീ വഫഖ റസൂലില്ലാഹി ലിമാ യർലാ റസൂലുള്ളാഹ്. ഇത് ആരോട് പറഞ്ഞു, എപ്പോഴാണ് പറഞ്ഞത് എന്നാണ് എഴുതേണ്ടത്. എന്താണ്? മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് യാത്ര അയക്കുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നെഞ്ചിൽ തട്ടി പറഞ്ഞതാണ്, അൽഹംദുലില്ലാഹില്ലദീ വഫഖ
റസൂലില്ലാഹി ലിമാ അല്ലാ റസൂലുള്ള, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദൂതൻ റസൂലുള്ള ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് തൗഫീക്ക് നൽകിയ അള്ളാഹുവിന് സ്തുതി എന്ന്. അപ്പം അത് ആ രീതിയിൽ മനസ്സിലാക്കിയിട്ട് അവിടെയൊക്കെ എഴുതുക. സന്ദർഭമാണ് എഴുതേണ്ടത് കേട്ടോ. അടുത്ത നഷ്റൽ മാന അർത്ഥം ഏതാണ്? ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ. എന്തായിരുന്നു? ഇവിടെ അടയാളപ്പെടുത്തി വെക്കുക, നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കൂ. അല്ലാഹു തആല പറഞ്ഞതാണ് ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കൂ. അടുത്ത ഇനി തഹ്സീസാണ്. ഇജ്തിഹാദ് എന്ന വിഷയത്തെക്കുറിച്ചൊരു പ്രസംഗം തയ്യാറാക്കണം. അതുപോലെ മുആവിയത്ത് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിത ചരിത്രം വായിച്ച് ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ. അപ്പോൾ അത് മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം, നമുക്ക് മുആദ് റളിയല്ലാഹു അൻഹു എന്ന് യൂട്യൂബിലൊക്കെ അടിച്ചാൽ നമുക്ക് അതിൻ്റെ ചരിത്രങ്ങൾ ഓണായി വരും. അപ്പോൾ അതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കാം. അപ്പോൾ നമുക്ക് ഇജ്തിഹാദ് എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു പ്രസംഗം ഒന്ന് മനസ്സിലാക്കി ഇവിടെ തയ്യാറാക്കാം. അപ്പോൾ അത് പ്രസംഗത്തിൻ്റെ തുടക്കമൊക്കെ നിങ്ങൾ എഴുതുക. നമ്മൾ ഒരു പ്രസംഗം പറയുമ്പോൾ എങ്ങനെയാണ് എഴുതുക എന്നൊക്കെ, എന്നിട്ട് അതിൽ ചേർത്തുക. എന്താണ്? ഇസ്ലാമിക പ്രമാണങ്ങളായ ഖുർആന്, സുന്നത്ത്, ഖിയാസ്, ഇജ്മാഅ്, ഈ 4 പ്രമാണങ്ങളിലും അറബി ഭാഷാ വിജ്ഞാനങ്ങളിലും അവഗാഹമുള്ളവർക്ക് മാത്രമേ ഇജ്തിഹാദ് ചെയ്യാനുള്ള അനുവാദമുള്ളൂ. അവരാണ് മുജ്തഹിദുകൾ. അവർക്കുണ്ടായിരിക്കേണ്ട യോഗ്യതകൾ താഴെ പറയുന്നു. എന്നിട്ട് ഈ യോഗ്യതകൾ നമ്മൾ പഠിച്ച 6 യോഗ്യതകൾ എഴുതുക. സഹാബത്തിലും താബികളിലും താബുകളിലും ഈ യോഗ്യതകളെല്ലാം മേളിച്ച ധാരാളം പണ്ഡിതന്മാരുണ്ടായിരുന്നു. 4 ഖലീഫമാർ, പിന്നെ ഈ പേരുകളൊക്കെ എഴുതുക. ഇവരെല്ലാം സഹാബികളിലെ പ്രമുഖ മുജ്തഹിദുകളായിരുന്നു. പുതിയ പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ടാകുമ്പോൾ അവർ ഇജ്തിഹാദ് നടത്തി ഫത്വകൾ നൽകി. അപ്പം അത്രയൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ പാഠത്തെക്കുറിച്ചിട്ട് നമുക്ക് തഹ്സീസ് എഴുതാൻ കഴിയണം. മനസ്സിലാക്കി പഠിക്കുക. ഇത്രയാണ് നമുക്ക് ഒന്നാമത്തെ പാഠത്തിൽ നിന്ന് മനസ്സിലാക്കി പഠിക്കാനുള്ളത്. എല്ലാവരും മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.